ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 328. നമ്മൾ 62ാമത്തെ ഉപനിഷത്തായിട്ട് പ്രശ്നോപനിഷത്താണ് നോക്കുന്നത്. അതിൽ പ്രശ്നം 6 ഇന്ന് നോക്കുന്നത്. അപ്പം എന്താണ് ഇതെല്ലാം ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്നില് സുകേശ മഹർഷി ഒരു 6 മഹർഷിമാരോളം വന്നിട്ടാണ് പിപ്പലാദനോട് പല പ്രശ്നങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഒരാളായിട്ട് ചോദിക്കുന്ന അതിൻ്റെ ഉത്തരം പറയുന്ന മാതിരിയാണ് ഇതുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ കോസലദേശത്തെ ഹിരണ്യനാഭൻ എന്ന രാജകുമാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, 16 കലകളോടുകൂടിയ പുരുഷനെക്കുറിച്ച് പറഞ്ഞു തരിക. അത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കേശവ മഹർഷിയുടെ സുകേശ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് ഒരു കോസലദേശത്തെ ഒരു രാജകുമാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ശരീരത്തിലെ 16 കലകളോടുകൂടിയ പുരുഷനെ കുറിച്ച് പറഞ്ഞു തരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എനിക്കതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല, ഞാൻ കളവ് പറയുകയൊന്നുമല്ല. അതായത് വെറുതെ നിങ്ങൾക്ക് പറയാൻ മടിച്ചിട്ട് കളവ് പറയുകയാണെന്ന് പറയുകയല്ല. കളവ് പറയുന്നവൻ്റെ വംശം നശിച്ചു പോകും. അത് എനിക്ക് നല്ലവണ്ണം അറിയാം. അവന് ഈ ലോകത്തിലും പരലോകത്തിലും മാന്യത ലഭിക്കില്ല. കളവ് പറയുന്നവൻ ഈ ലോകത്തിൽ മാന്യത, ഇവിടെയല്ല, ഇനി മരിച്ചു കഴിഞ്ഞാലും മാന്യത ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ അറിയാതെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം നിരാശനായിട്ട് തിരിച്ചുപോയി. അപ്പോൾ ഇദ്ദേഹത്തിന് അത് അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങയോട് അത് ചോദിക്കുകയാണ്. അതേ ചോദ്യം. കല എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ചില കഴിവുകളാണ്. കലാവാസന. നമ്മൾ പലതരം ഓരോ വ്യക്തിയിലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഓരോന്നിനും ഓരോ വാസനകളുണ്ട്. ഒരു കല അതിൻ്റെ അകത്ത് അന്തർലീനമായിട്ടിരിക്കുന്നുണ്ട്. കഴിവുകൾ. കല്ലിന് പൊട്ടാതിരിക്കുന്ന ഒരു കഴിവുണ്ട്, ഹാർഡ്നെസ്, ഒരു ശക്തിയുണ്ട്. അതിന് അത്ര പെട്ടെന്നൊന്നും അടിച്ചാൽ പൊട്ടില്ല ചില കല്ലുകളൊന്നും. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അങ്ങനെയുള്ള കലകളെയാണ് ഇവിടെ 16 കലകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മിലെല്ലാം ഉള്ള അത് എവിടെ നിന്ന് വന്നതാണ്? ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന്, പരമേശ്വരനിൽ നിന്നും വന്നതാണ്. അപ്പോൾ ആ കലകളെപ്പറ്റി പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഇപ്പം 2 പിപ്പലാദൻ പറയുകയാണ്, പ്രിയപ്പെട്ട സുകേശ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ആ പരബ്രഹ്മ പുരുഷോത്തമനിൽ നിന്നും എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, അതെല്ലാം ശക്തികളുണ്ടോ, അതെല്ലാം ആ പരബ്രഹ്മ പുരുഷോത്തമനിൽ നിന്നും വന്നതാണ്. അദ്ദേഹത്തിൽ നിന്നും 16 കലകളോടുകൂടിയ വിരാട് സ്വരൂപമാണ് ഉത്ഭവിച്ചത്. ഈ പ്രപഞ്ചം അതിൽ 16 കലകളോടുകൂടിയ വിരാട് സ്വരൂപമാണത്. ആ വിരാട് സ്വരൂപത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്നതുകൊണ്ട് എല്ലാ ശരീരങ്ങളിലുടെയും ഉള്ളിൽ അത് വിരാജിക്കുന്നുണ്ട്. എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ 16 കല വിരാജിക്കുന്നുണ്ട്. അതിനാൽ അതെല്ലാം കൂടി ആ ശക്തി, ആ 16 കലകളോടുകൂടി ആ ശക്തി വിശേഷത്തെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പരമേശ്വരനെ അന്വേഷിച്ചിട്ട് നമ്മൾ എവിടെയും പോണ്ട, അതെവിടെ തന്നെയുണ്ട്. ആ ശക്തി വിശേഷം നമ്മളെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളിലുള്ള ഈശ്വരനെ മനസ്സിലാക്കാതെയാണ് പലയിടത്തും പല ക്ഷേത്രങ്ങളിൽ ഓരോ ദിവസം ഓരോരുത്തിയിൽ ഓടും. അതും കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി പിടിച്ചു പോകും. എവിടെയല്ലോ കൈലാസത്തിൽ ആ കല്ലിൻ്റെ അകത്താണ് കിടക്കുന്നതെന്നും ചിന്തിച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെല്ലാം പോകാം, ആ ഇതെല്ലാം ആസ്വദിക്കാൻ പോകാം. അല്ലാതെ ഈശ്വരനെ അന്വേഷിച്ച് എന്ന ചിന്തയോടുകൂടി പോകുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. അതിനാൽ അദ്ദേഹത്തെ അന്വേഷിച്ച് വേറെ എങ്ങോട്ടും പോകേണ്ടതില്ല. അദ്ദേഹത്തെ അറിയണമെന്നുള്ള അഭിലാഷം ഉണ്ടാകുമ്പോൾ, അപ്പോൾ ആർക്കാണോ അദ്ദേഹത്തെ അറിയണമെന്ന അഭിലാഷം ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ അദ്ദേഹം കണ്ടുമുട്ടുന്നു.
അതിനെ ഹൃദയത്തിൽ തന്നെ കണ്ടുമുട്ടും. അതിനെ ആർക്കും നമ്മളെല്ലാം പുറത്തേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേത്രത്തിന്റെ വലുപ്പവും ഭംഗിയെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകും. ഈശ്വരൻ അവിടെയാണ് കിടക്കുന്നത്. ഒരു 10,000 വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാവും. വരുമാനമൊന്നും ഉണ്ടാവില്ല. അവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും. 10,000 വർഷം മുമ്പിലുള്ളതാണ്. പണ്ട് വേദവ്യാസന്റെ കാലത്തുള്ളതായിരിക്കും. എന്നാലും ആരും അങ്ങോട്ടൊന്നും പോയില്ല. അത് തുരുമ്പടിച്ച് പാമ്പ് മൂടി കിടക്കുകയായിരിക്കും. എന്നാ വല്ലവരും വല്ല പൈസക്കാരന് വലിയ കെട്ടിടമെല്ലാം ഉണ്ടാക്കി വലിയ മനോഹരമായ അതിന് ഭംഗിയെല്ലാം കൊടുത്ത് പെയിന്റെല്ലാം അടിച്ച് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അവിടെയാണ് ഈശ്വരൻ കിടക്കുന്നത്. അത് എത്രമാത്രം പണം അവിടെ പെയിന്റെല്ലാം അടിച്ച് എത്ര ഭംഗിയാക്കി വെച്ചിരിക്കുന്നു, അവിടെയാണ് ഈശ്വരൻ കിടക്കുന്നത്. അവിടത്തേക്കാണ് ഓടുക. അപ്പം അതെല്ലാം കലയെ ആസ്വദിക്കാൻ പോകുന്നതാണ്. പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അതെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ തന്നെ, കണ്ടോട്ടെ. പക്ഷെ ഈശ്വരനെ കാണണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് യഥാർത്ഥ ഈശ്വരനെ കാണണം, പരമേശ്വരനെ കാണണം എന്ന് താനം ചിന്തയുണ്ടാകുമ്പോൾ അത് അവൻ്റെ ഉള്ളിൽ തന്നെ, ഹൃദയത്തിൽ തന്നെ അവൻ ദർശിക്കും. ഈശ്വരനെ ഹൃദയത്തിലേ ദർശിക്കാൻ പറ്റും, അല്ലാതെ വേറെ പുറത്തൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭൗതികതയുടെ ഭാഗമായിട്ട് ഓടുന്നതാണ്, അല്ലാതെ ആത്മീയതയുടെ ഭാഗം അതിലൊന്നും ആത്മീയത തൊട്ട് തീണ്ടിയിട്ടില്ല. ഇനി 3 പ്രപഞ്ച സൃഷ്ടി സമയത്ത് പരമേശ്വരൻ ചിന്തിച്ചു. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ പരമേശ്വരൻ ചിന്തിച്ചു, സൃഷ്ടിക്ക് ശേഷം ഞാൻ ഈ സൃഷ്ടിയെല്ലാം നടത്തിയതിൻ്റെ ശേഷം അതിൽ എന്തൊന്നില്ലാതിരിക്കുന്നുവോ, എനിക്കപ്പോൾ സ്വയം അതിൽ കഴിയാൻ പറ്റാതിരിക്കും. എന്തൊന്നതിലില്ലോ ഇല്ല എങ്കിൽ എനിക്കതിലിരിക്കാൻ പറ്റില്ല. എന്തൊന്ന് അതിൻ്റെ അകത്തുണ്ടോ അപ്പോൾ മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാനും എൻ്റെ ഗുണഗണങ്ങളെ വ്യക്തമാക്കി കൊടുക്കാനും പറ്റുകയുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഗുണഗണങ്ങൾ ആ ഇരിക്കുന്നതിൽ നിന്ന് പുറത്തേക്ക് വരണം. കാരണം ആ ഇരിക്കുന്ന വസ്തു ഞാൻ തന്നെയാണ് അതായിട്ട് മാറിയിരിക്കുന്നത്. അതിനെന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കലകളെല്ലാം ഏതൊരു വസ്തുവിനും അതിലാ പരമേശ്വരൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പരമേശ്വരനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കലയാണ് അത് ആ വസ്തുവിലൂടെ പ്രകടമാകുന്നത്. അത് വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു, ആ പരമേശ്വരന്. അതുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെല്ലാം അതിൽ നിന്ന് പ്രകടമായി വരണം. എല്ലാതും ഒന്നും അദ്ദേഹം സൃഷ്ടിച്ചിട്ടില്ല. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഏതൊരു വസ്തുവിന്, ഇപ്പം പൂവിനൊരു സൗരഭ്യമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സൗരഭ്യമാണ്, ആ കലയാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ആ വസ്തുവിന് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതൊരു വസ്തുവിന് എന്തെല്ലാം ഗുണവിശേഷങ്ങളുണ്ടോ അതെല്ലാം ആ പരമേശ്വരൻ്റേതാണ്. അപ്പം പരമേശ്വരൻ വസ്തു സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളും കലകളും എല്ലാം കൂടിയിട്ട് 16 കലകളിലൂടെയാണ് അതിൻ്റെ സൃഷ്ടി, പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ തത്വമാണ് അദ്ദേഹം അതിൽ നിക്ഷേപിച്ചത്. ആ തത്വം എന്താണ് തത്വം? അദ്ദേഹത്തിൻ്റെ കലകളാണ് 16 കലകളിലൂടെയാണ്, അദ്ദേഹത്തിന് 16 കലകളുള്ളതായിട്ട് സങ്കല്പിച്ചിട്ട് ആ കലകളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവും ഉണ്ടായിട്ട് അതിലാണ് അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ കലകളാണ് പുറത്തേക്ക് വരുന്നത്. ആദ്യം അദ്ദേഹം 4 ആദ്യം അദ്ദേഹം തൻ്റെ പ്രാണരൂപമായ, അപ്പം പ്രാണനുണ്ടെങ്കിലേ ജീവനെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം ആദ്യം അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ പ്രാണരൂപമായ സർവ ആത്മാവായ
ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവാണ് ആ പരബ്രഹ്മം. അപ്പൊ ആ ആത്മാവ് തന്നെയാണ് ഒരു പ്ലാനായിട്ട് പുറത്തേക്ക് വന്നത്, ഈ പ്രപഞ്ചത്തിന്റെ പ്ലാനായിട്ട് പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തിൽ നിന്നും പുറത്തു വന്നത് ഒരു പ്ലാനാണ്. ആ പ്ലാനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതാണ് പരമാത്മാവ്. അത് ഏതിലാണ് ഉണ്ടായിരുന്നത്? ഹിരണ്യഗർഭനിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യം ഒരു സങ്കല്പത്തിൽ നിന്ന് ഒരു പ്രാണൻ ഉത്ഭവിച്ചിട്ട് ഹിരണ്യഗർഭരൂപത്തിൽ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു ആലിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ഏതിലുണ്ട്? ആ ആലിൻ്റെ വിത്തിലുണ്ട്. ഒരു കോഴിയുടെ എല്ലാ സ്വഭാവങ്ങളും അതിൻ്റെ മുട്ടയിലുള്ള, അതിൻ്റെ അകത്തുള്ള ആ ജനിതക ഘടനയിലുണ്ട്. നമ്മുടെ സ്വഭാവം വിശേഷങ്ങൾ മുഴുവൻ നമ്മൾ ഉണ്ടാകുമ്പോഴുള്ള അണ്ടവും ബീജവും കൂടിയ ആ അതാണ് സൂക്ഷ്മമായ രൂപം. അതൊരു പ്ലാനാണ്. അതാണ് ഹിരണ്യഗർഭനായിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ആ ക്വാളിറ്റി ഉത്ഭവിച്ചുണ്ടായത്. അത് പ്രാണരൂപത്തിൽ. പിന്നെ ശുഭകർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഭക്തിയും ആസക്തിയും പ്രകടമാക്കി. ശുഭകർമ്മങ്ങളെ പിന്നെ അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവുമ്പോൾ ആ പ്ലാനിൽ നിന്ന് എന്തുണ്ടാകും? ഒരു പ്രേരണ ഉണ്ടാകും. നമ്മൾ വീടിൻ്റെ ഒരു പ്ലാൻ വരച്ചാൽ പിന്നെ ആ പ്ലാനാണ് പ്രേരിപ്പിക്കുന്നത്. ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണ് മേശപ്പുറത്ത്. പിന്നെ എൻ്റെ മനസ്സെപ്പോഴും ആ പ്ലാന് പറയും, ഇത് വെച്ച് വീടുണ്ടാക്കുന്നു. അപ്പം ആ പ്ലാനിൽ നിന്നും ശുഭകർമ്മത്തിനുള്ള പ്രേരണയും ഭക്തിയും ആസക്തി. എങ്ങനെ നമുക്ക് ആസക്തി ഉണ്ടാകുന്നത്? നമുക്കിപ്പോൾ ഒരു കറിയൊന്നും വെക്കാൻ അറിയില്ല, ചുമ്മാ ഇരിക്കും. ഒരു ദിവസം നമ്മൾ എന്നാൽ പിന്നെ ഒന്ന് പഠിച്ചു കളയാം, സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചു കളയാം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഒരാസക്തി ഉത്ഭവിക്കും. ഇതെങ്ങനെയും ഒന്ന് ഉണ്ടാക്കണം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രയോഗിക്കാനുള്ള ടെൻഡൻസി അതിൽ നിന്ന് വരും, ആ ഹിരണ്യഗർഭനിൽ നിന്ന് വരും. ആ ആസക്തിയും പ്രകടമായി. അതിൽ നിന്നാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും 5 രൂപത്തിലാണ് പ്രകടമായത്. സയൻസ് പഠിക്കുമ്പോൾ ആദ്യം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി, ഖര, ദ്രവ, വാതക, ഊർജം. പഞ്ചഭൂതങ്ങൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി 4. പിന്നെ ആകാശം. അത് മലയാളത്തിൽ പറയുമ്പോൾ ഖര, ദ്രവ, വാതക, ഊർജം. ഈ തരത്തിലാണ്. ഖരം എന്ന് പറയുന്നത് ഭൂമി പോലെയുള്ളത്, ജലം എന്ന് പറയുന്നത് ജലം തന്നെ, വായു തന്നെ, അഗ്നി എന്ന് പറയുമ്പോൾ ഊർജം ആ നിലയിൽ കാണണം. പിന്നെ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പം ആ പഞ്ചഭൂതങ്ങളായിട്ട് അത് മാറി. അപ്പം ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതും ആ നിർഗുണമായ ബ്രഹ്മം തന്നെയാണ് സ്വയം ആ രൂപത്തിൽ വന്നത്. ഈ പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെ കരദ്രവ വാസകങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ദൃശ്യപ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട്, ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വരുന്നതാണ്. എന്നീ 4 അന്ധകരണങ്ങൾ രചിച്ചു. അതും അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ അന്ധകരണങ്ങൾ ഉത്ഭവിച്ചത്. ജ്ഞാനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി 5 ജ്ഞാനേന്ദ്രിയങ്ങളും. ജ്ഞാനം ലഭിക്കാന്ന് പറഞ്ഞാൽ കണ്ട് കേട്ടല്ലേ ജ്ഞാനം ലഭിക്കുക. അതുകൊണ്ട് കണ്ണ്, മൂക്ക് മുതലായ 5 ജ്ഞാനേന്ദ്രിയങ്ങളും, കണ്ടിട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം പ്രവർത്തിക്കാൻ 5 കർമ്മേന്ദ്രിയങ്ങൾ, കൈ, കാല് മുതലായ കർമ്മേന്ദ്രിയങ്ങളും സൃഷ്ടിച്ചു. എന്നിട്ട് ആ ശരീരത്തിൽ കയറിയിട്ട് അദ്ദേഹം ഇരിക്കുകയും പിന്നെ ശരീരസ്ഥിതിക്കായിട്ട് അതിൽ സൃഷ്ടിച്ചു. പിന്നെ ഈ ശരീരത്തെ സംരക്ഷിക്കണമല്ലോ, ശരീരം ഉണ്ടാക്കി, പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരം ഉണ്ടാക്കി, അതിനകത്ത് മനസ്സ്, അന്ധകരണം എല്ലാം ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഈ ശരീരം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഇടക്ക് കഴിക്കണം. ഇതിനെ ശരിയാക്കണ്ടേ, ഇടക്കടെ പെയിൻ്റെല്ലാം അടിച്ച്
പോയെല്ലാം കോശങ്ങളെയെല്ലാം ആദ്യം പുതിയ ഉണ്ടാക്കി അങ്ങനെയെല്ലാം നന്നാക്കണമല്ലോ, വളരണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് അന്നരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ അന്നം പാകം ചെയ്യുന്നതിലൂടെയാണ് എന്തുണ്ടായത്, ശക്തി വന്നത്. അപ്പൊ ആ അന്നത്തിൽ നിന്നാണ് നമുക്ക് വേണ്ട ശക്തി എന്നത്. അതാണ് മഹത്തരമായ ഒരു കല. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കലാവാസന എന്നെല്ലാം പറയുന്നില്ല, അതെല്ലാം ഒരു ശക്തിയാണ്. ആ ശക്തി ഏതിൽ നിന്നാണ് വരുന്നത്, അന്നത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അന്നം അതാ തന്നെയാണ് അന്നമായി മാറിയത്, അതിൽ നിന്ന് തന്നെയാണ് ശക്തിയും. ആ പാകപ്പെടുത്തലിലൂടെ അന്നത്തെ പാകം ചെയ്യുന്നതിൽ നിന്നാണ് ശക്തിയും സൃഷ്ടിച്ചത്. അതിനുശേഷം അന്ധകരണം, നമ്മളിലുള്ള മനസ്സ്, ബുദ്ധി, അതിൻ്റെ ഇന്ദ്രിയങ്ങളും, മനസ്സും ബുദ്ധിയും എല്ലാം, പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്ന ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളുമെല്ലാമായി അതിൻ്റെ സംയോഗത്തിലൂടെയാണ് തപസ്സിനെ സൃഷ്ടിച്ചത്. അപ്പം കാണുക, കേൾക്കുക, എന്നിട്ട് അതിനെ മനസ്സിലാക്കുക, മനസ്സ് വെച്ച് അനലൈസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഒരു തപസ്സാണ്. തപസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാനായിട്ട് മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ ആദ്യം ചെയ്യുന്നത് ഒരു തപസ്സാണ്. എന്താണ് തപസ്? ഇനി പോയിട്ട് ഇന്ന ചെയ്തേക്കാം. അത് ചിലപ്പം പാരവെപ്പുമായിരിക്കും. പിന്നെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും ആ പാരവെപ്പിലായിരിക്കും. എന്താണോ അവൻ്റെ മനസ്സിൽ ഉദയം ചെയ്യുന്നത്, പിന്നെ അതാണ് അവൻ്റെ തപസ്. ആ കാര്യം നേടാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങിത്തിരിക്കും. അപ്പം തപസ് എന്ന ശക്തി വിശേഷവും അത് സൃഷ്ടിച്ചു. പിന്നെ ഉപാസനയ്ക്ക് വേണ്ടി ഭിന്നങ്ങളായ മന്ത്രങ്ങളെയും കൽപ്പിച്ചു. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസ്, വേദമന്ത്രങ്ങൾ. പിന്നെ കർമ്മം ചെയ്യേണ്ടിക്ക് എന്ത് വേണം? സയൻസ് വേണം. സയൻസും അത് തന്നെയാണ് സൃഷ്ടിച്ചത്. ഉപാസന ചെയ്യാൻ, കർമ്മം ചെയ്യാൻ, മനസ്സിൽ തോന്നുന്നത് പ്രവർത്തിക്കണ്ടെങ്കിൽ പിന്നെ വഴിയല്ല ആലോചിക്കുക. എങ്ങനെ പാര വെക്കണം എന്നിരുന്ന് ആലോചിക്കണ്ടേ? അവനൊരു പാലയിട്ട് വെക്കണം. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തോന്നിയാണ്, അവനിട്ടൊന്ന് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? പലയിടത്ത് കൊടുക്കാം. അതാണ് സയൻസ്. അതാണ് ഉപാസന ചെയ്യുവാൻ അദ്ദേഹം എന്ത് ചെയ്തു? മന്ത്രങ്ങളെയും സൃഷ്ടിച്ചു. അങ്ങനെ അന്ധകരണങ്ങളും നമ്മളെ ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി, ഇവയും ഇന്ദ്രിയങ്ങളും, നമ്മളെ കയ്യും കാലും മനസ്സും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇന്ദ്രിയങ്ങളും ചേർന്ന് നടത്തപ്പെടുന്ന കർമ്മങ്ങളെ സൃഷ്ടിച്ചു. പിന്നെയാണ് നമ്മൾ അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. സയൻസിൻ്റെ കർമ്മം ചെയ്യേണ്ടിക്ക് സയൻസ് വേണ്ടേ? എന്നിട്ട് ആ കർമ്മങ്ങൾ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെ സൃഷ്ടിച്ചു. അതിലൂടെ പല കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങി. ഓരോ അവരുടെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് പല പല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് അതിനെല്ലാം ഓരോ പേരുകളും കൊടുത്തു. നമ്മളിപ്പം കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ഓരോ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് പല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെല്ലാം ഓരോന്നിനും അതിൻ്റെതായ പേരുകളും ഉണ്ടായി. അതിലൂടെ ലോകങ്ങളെ സൃഷ്ടിച്ചു. ഈ പറയുന്ന ലോകങ്ങളെല്ലാം പല ലോകങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് 16 കലകളുണ്ടായി. 16 കലകളെ ചുരുക്കിയിട്ട് ഒന്ന് അന്നം എന്ന് പറയാം. 2 അന്നത്തിൽ നിന്നും ശക്തി, ശക്തിയിൽ നിന്നും തപസ്, തപസ്സിൽ നിന്നും ശാസ്ത്രം, മന്ത്രങ്ങൾ, അതിൻ്റെ ശേഷം കർമ്മമുണ്ടായി, ലോകമുണ്ടായി, പിന്നെ നാമമുണ്ടായി. അതിൻ്റെ കൂടെ 5 പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 4 അന്ധകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെയെല്ലാം അദ്ദേഹം ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചത്. ഇതെല്ലാം അദ്ദേഹം തന്നെയാണ് ആയി തീർന്നത്. പിന്നെ ജീവാത്മാവിൻ്റെ കൂടെ നിന്നുകൊണ്ട്, ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും പ്ലാൻ, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്ലാന്, അതിൻ്റെ ആധാരം അങ്ങേര് തന്നെയാണ്. എന്നിട്ട് ഓരോ വ്യക്തിയിലും ആ വ്യക്തിയുടെ ജീവാത്മാവിൻ്റെ കൂടെ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതിനാൽ അദ്ദേഹം 16 കലകളോടുകൂടിയ പുരുഷൻ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിലാണ് 16 കലകളുള്ളത്. നമ്മളുമല്ല അതിൻ്റെ ഓരോ റേഷ്യോ വ്യത്യാസത്തിൽ അതുണ്ട്. അത് തന്നെയാണ് നമ്മളായി മാറിയത്. ഈ ശരീരം ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ രൂപം മാത്രമാണ്. അപ്പം ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ.
അപ്പം പ്രമോദ് എന്ന വ്യക്തിയുടെ ഒരു ചെറിയ അംശമാണ് ഈ വിരള്. അല്ലാതെ ഇത് വേറെ തന്നെ ഒന്നല്ല, പ്രമോദ് തന്നെയാണ് അതിൻ്റെ ഒരു ചെറിയ അംശം. അതുപോലെ ഈ വിരാട് രൂപം, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മുടെ ഈ ഓരോ ശരീരവും. അതുകൊണ്ട് ഈ പരമേശ്വരൻ ഏത് രൂപത്തിലാണോ ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതേ രൂപത്തിൽ നമ്മളെ ശരീരത്തിലും ഉണ്ട്. അതുകൊണ്ട് ഈ ഈശ്വരനെ നോക്കിയിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. പ്രമോദിനെ നോക്കുക എന്ന് പറഞ്ഞാൽ പ്രമോദിന്റെ വിരൽ തന്നെയാണ് ഇത്, ഇതും പ്രമോദ് തന്നെയാണ്. പ്രമോദ് നോക്കിയിട്ട് പിന്നെ വേറെ എവിടെയാ പോകാട്ടെ? ഈ തല നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമാവുമോ? ഇല്ല. ഇപ്പം തല പ്രമോദാന്ന് വെക്കാൻ പറ്റൂല, വിരലും കൂടിയും കൂടണ്ടേ. അപ്പൊ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ വേറെ പോയി അന്വേഷിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഈ വിരൽ അതിൻ്റെ ഒരു അംശമാണെന്ന് അങ്ങ് ചിന്തിച്ചേച്ചാൽ മതി. അല്ലാതെ അത് ഈ വിരലും കൂടിയതാണ്. അപ്പൊ ആ തരത്തില് അദ്ദേഹത്തെ വേറെ എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇനി 5 പല നാമങ്ങളുള്ള നദികൾ ഒഴുകിയിട്ട് സമുദ്രത്തിൽ ചേരുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ പേരെല്ലാം നഷ്ടപ്പെടും, പിന്നെ അതിനെ തിരിച്ചറിയാൻ പറ്റൂല, അതൊരു സമുദ്രമായി മാറും. അതുപോലെ സർവസാക്ഷിയും സകലത്തിൻ്റെയും ആത്മസ്വരൂപവുമായ പരമേശ്വരിൽ നിന്നും ഉത്ഭവിച്ച 16 കലകൾ, അതുപോലെ പരമേശ്വരനിൽ നിന്നും ഉത്ഭവിച്ച 16 കലകളാണ് ഈ പ്രപഞ്ചത്തിൽ ഈ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത സ്വഭാവത്തോടുകൂടി വിലസുന്നത്. നമുക്ക് എന്തെങ്കിലും കഴിവോ ശക്തിയോ ഉണ്ടെങ്കിൽ അതെല്ലാം ആ പരമേശ്വരനിൽ നിന്ന് വരുന്ന ആ കലകളിൽപ്പെട്ടതാണ്. അത് പ്രളയ സമയത്ത് എന്തു പറ്റും, അല്ലെങ്കിൽ നമ്മളെ മരണസമയത്ത് എന്തു പറ്റും? ആ പരമേശ്വരനിൽ പോയി വിലയിക്കുന്നു. അതിൽ നിന്ന് വരുന്നതാണ് ഈ ശരീരവും ഈ കുളങ്ങളെല്ലാമായിട്ട് പ്രകടമാകുന്നത്. അത് തിരിച്ച് അതിലേക്ക് തന്നെ പോകും. പിന്നെ പേരുമില്ല, പിന്നെ അവയ്ക്ക് പ്രത്യേക നാമങ്ങളില്ല. അവ ആ പരബ്രഹ്മമായി താതാത്മ്യം പ്രാപിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിലൊന്നും പ്രശസ്തിയില്ല, അതെല്ലാം അതിൻ്റെ അകത്ത് പോയി ലയിച്ചു കഴിഞ്ഞു. അപ്പോൾ അവനിൽ പിന്നെ ഒരു സങ്കല്പവും അവശേഷിക്കുന്നില്ല. അങ്ങനെ എല്ലാം ആ പരബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിൽ എന്തില്ല? സങ്കല്പമില്ല. അതേസമയം നമ്മളും ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് അതിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാനെന്നൊരു സങ്കല്പമൊന്നുമില്ല, ഒരു സങ്കല്പവും ഇല്ല. അവൻ കലാരഹിതൻ, അവനും ഈ കലകളൊന്നുമില്ല. പിന്നെയോ അമൃതസ്വരൂപമാണവൻ. ഈ തത്വം ഗ്രഹിക്കുന്നവൻ അമരത്വം പ്രാപിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അമരത്വം പ്രാപിക്കാം. ഇനി 6 വേദഭഗവാൻ മനുഷ്യരോട് പറയുന്നു, എപ്രകാരം രഥത്തിന്റെ ചക്രത്തിൽ പിടിപ്പിച്ച കാലുകൾ ഒരു രഥത്തിന്റെ ചക്രത്തിൽ ആ മധ്യത്തിലുള്ള കുടത്തിൽ പിടിപ്പിച്ച കാലുകള് ആ കുടത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ നടുവിലോ കുടകളിൽ പോയി കഴിഞ്ഞാൽ കാലുകൾക്കൊന്നും പിന്നെ നിലനിൽപ്പില്ല. അതിലാണ് അതിൻ്റെ അസ്തിത്വം നിൽക്കുന്നത്. അവയുടെ ആധാരം ആ കുടം തന്നെയാണ്. നടുവിൽ കാല് പിടിപ്പിക്കുന്ന അതാണ് അതിൻ്റെ ആധാരം. അതില്ലാതെ അവയ്ക്ക് നിലനിൽപ്പില്ല. ഇതേ പ്രകാരം ഈ 16 കലകൾക്കും ആധാരമായ നമ്മിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, ഈ പ്രപഞ്ചത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, ആ ഗുണങ്ങളെല്ലാം 16 കലകളായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആധാരമെല്ലാം ഏതാണ്? ആ പരമേശ്വരനാണ്. ഏതൊന്നിൽ നിന്നാണോ അത് ഉത്ഭവിച്ചത്, അത് അതിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എന്തിലാണോ അവസാനം വിലയം പ്രാപിക്കുന്നത്, ആ പരമാത്മാവിൽ തന്നെയാണ് പോയി വിലയം പ്രാപിക്കുന്നത്. അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ അറിയുവാൻ ശ്രമിക്കേണ്ടത്. ഈ ലോകത്തിൽ എന്തെങ്കിലും അറിയാൻ യോഗ്യനായിട്ടുണ്ടെങ്കിൽ ആ പരമാത്മാവിനെയാണ്. കാരണം അതാണ് ഇതെല്ലാമായി മാറിയത്. ഇതെല്ലാം അതിൽ പോയാണ് ലയിക്കുന്നത്. നമ്മൾ അപ്പോൾ അറിയാൻ അർഹനായിട്ടുള്ളത് ഏതാണോ എന്ന് ചോദിച്ചാൽ അവനാണ് അതിനുള്ള യോഗ്യൻ. അതുകൊണ്ട് ആ പരമാത്മാവിൻ്റെ മനസ്സിനാൽ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവൻ മരണത്തെ ഭയക്കില്ല.
കാരണം അദ്ദേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മരണഭയമില്ല. എന്തുകൊണ്ട്? എല്ലാം അദ്ദേഹം തന്നെയാണ്, ഞാനും അദ്ദേഹമാണ്, പിന്നെ ഞാനെന്തിനാണ് ഭയക്കുന്നത്? ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയക്കുന്ന എന്തിനാണ്? ഈ ലോകത്തിലുള്ള എല്ലാ ഗോഷ്ഠികൾ കാണിക്കുന്നതും ആ ശക്തി തന്നെയാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ അതാണ്, പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. മൃത്യുവിനെ, പിന്നെ ഈ മൃത്യു എന്ന് പറയുന്ന സംഗതിക്ക് അവനെ ജനന മരണ ചക്രത്തിൽപ്പെടുത്തി ദുഃഖിക്കാൻ കഴിയുകയില്ല. ഈ മരിച്ചു ജനിക്കുന്നവരാണ് ദുഃഖം അനുഭവിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ദുഃഖമേ ഉള്ളൂ, സുഖം ഇല്ല. എപ്പോഴെങ്കിലും ഒന്ന് കിട്ടും, അല്ലാതെ സുഖമില്ല. നമ്മളെല്ലാം ദുഃഖിച്ചാണ് കഴിയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ ദുഃഖമുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം സുഖത്തിലാണ് നിൽക്കുന്നത്. ഒരാൾക്കും ഈ ലോകത്തിൽ സുഖമില്ല. സുഖം എപ്പോഴെങ്കിലും ഒരു നിമിഷം മിന്നൽ പോലെ വരും, പിന്നെ മുഴുവൻ ദുഃഖമാണ്. ഓരോ ആഗ്രഹത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ഓടിപ്പിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇത് അവൻ്റെ കളിയാണ് എന്നാ പിന്നെ ഞാനും അത് വരി കളിക്കാം. നാടകത്തിൽ കളിക്കുന്ന വരി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദുഃഖമില്ല. അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. അവൻ അമരനായിത്തീരും, അങ്ങനെ ജീവിക്കുന്നവൻ. 7. ഇത്രയും പറഞ്ഞ ശേഷം പിപ്ലാദ മഹർഷി ആ 6 മഹർഷിമാരോടുമായിട്ട് പറഞ്ഞു, ആ പരബ്രഹ്മ പുരുഷോത്തമനെ പറ്റി എനിക്ക് ഇത്രയേ അറിയുള്ളൂ. അതിനെപ്പറ്റി എനിക്ക് ഇതെന്തിനാണ് അങ്ങേര് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവില്ല. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും പറ്റൂല. ഋഷികൾക്ക് പോലും എന്തോന്നാണ് ഈ സംഗതി, ഈ ബ്രഹ്മം എന്താണ്, എന്തിനാ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമില്ല. അത് ഏത് രൂപത്തിലാണ്, അതിൻ്റെ ഭാവവുമില്ല, ഒന്നുമില്ല. ഈശ്വരന് രൂപവുമില്ല, ഭാവവുമില്ല. അതിനെ ഋഷികൾക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹവും പറയുന്നു, എനിക്ക് ഇത്ര മാത്രമേ അറിയൂ, ഇതിൻ്റെ അപ്പുറമൊന്നും എനിക്കും അറിയില്ല, ഇതിൽ കൂടുതലായി എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ കൂടുതലൊന്നും എനിക്കൊന്നും പറഞ്ഞു തരാനില്ല. ഞാൻ പറയാൻ പറ്റുന്ന കുറച്ച്, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ പറഞ്ഞു തന്നു. 8. അങ്ങനെ പിപ്ലാദ മഹർഷിയുടെ ബ്രഹ്മോപദേശം സ്വീകരിച്ചുകൊണ്ട് ആ മഹർഷിമാർ അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങാണ് നമ്മുടെ പിതാവ്, അങ്ങാണ് നമ്മുടെ പിതാവ്. അങ്ങ് ഞങ്ങളെ സംസാര സാഗരത്തിൻ്റെ മറുകര എത്തിച്ചു. അതുകൊണ്ട് അങ്ങാൻ്റെ നമ്മുടെ പിതാവാണ്. ഇങ്ങനെയുള്ള ഗുരുവിനെ മറികടക്കാൻ ഈ ലോകത്തിൽ ഒരു ഗുരു ഇല്ല. ഈ തത്വം പഠിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഗുരു, ബ്രഹ്മരഹസ്യം. അല്ലാതെ എല്ലാവരെയും വിളിച്ചിരുന്നിട്ട് നമ്മളെ പണ്ട് സ്കൂളിൽ പഠിച്ച എത്ര പാടുപെട്ടിട്ടാണ് നമ്മളെ മക്കളാണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞ് നടക്കുന്നൊന്നും ഗുരു ഒന്നുമല്ല. ഗുരു ഇതാണ് പഠിപ്പിക്കേണ്ടത്, ഈ തത്വം. അതാണ് യഥാർത്ഥ ഗുരു. അങ്ങ് പരമേശ്വരൻ തന്നെയാണ്, പരബ്രഹ്മ പരമേശ്വരൻ തന്നെയാണ്, ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് ഞങ്ങൾ പരമേശ്വരനായിട്ട് തന്നെ കണ്ടുകൊണ്ട്, പരബ്രഹ്മ പരമേശ്വരനായി തന്നെ കണ്ടുകൊണ്ട്, കാരണം ഈ ലോകത്തിലുള്ള എല്ലാം ഈ തത്വം മനസ്സിലാക്കുന്നതിന് പിന്നെ കാണുന്നതെല്ലാം പരബ്രഹ്മ പരമേശ്വരൻ തന്നെ. വീണ്ടും വീണ്ടും നമ്മൾ നമസ്കരിക്കുകയാണ്.